അമ്മ മാതാവിനും കർത്താവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ആഷി കിഷോർ. ഇതെൻ്റെ ഹസ്ബൻഡ് നിഖിൽ വർഗീസ്. ഞങ്ങൾ കോഴിക്കോട് പാറപ്പടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ കൃപാസനത്തിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് May 15, 2024 എൻ്റെ മമ്മിയും ഹസ്ബൻഡ് മമ്മിയും കൃപാസനത്തിൽ കാലങ്ങളായിട്ട് ഉടമ്പടി എടുക്കുന്നവരായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെയും കാനഡ PR ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. ഹസ്ബൻഡിന് CRS സ്കോർ കാനഡയിൽ PR കിട്ടാനുള്ള സ്കോർ കുറവായിരുന്നു, 500 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിനുവേണ്ടി LMIക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. LMI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയിനെ കാനഡ ഗവൺമെൻറ്റിന് നമുക്ക് ഈ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നൊരു റിക്വസ്റ്റാണ്. അപ്പം അതൊരു 4 months ആയിട്ട് അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു നീക്കുപോക്കും ഇല്ലായിരുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനിവിടെ ഒന്ന് കൃപാസനം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു. ഞാൻ എല്ലാ ഉടമ്പടി കാര്യങ്ങളും ഇവിടെ പറഞ്ഞതുപോലെ പാലിച്ചു പോകുന്നു. എല്ലാ ദിവസവും കുർബാനയിൽ പോവായിരുന്നു, തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, കുമ്പസാരിക്കുമായിരുന്നു, മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, പത്രം വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെയെല്ലാം തന്നെ ചെയ്തു പോന്നു. 3 months എടുത്തില്ല. ആ 3 മാസത്തിനുള്ളിൽ തന്നെ ഹസ്ബൻഡിന് LMI ശരിയാകുകയും അതിൻ്റെ ഇടയ്ക്ക് IELTS എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കോർ 550 ആയി. ഞങ്ങൾക്ക് PRൻ്റെ ഇൻവിറ്റേഷൻ വന്നു. PR ഡ്രോ വിളിച്ചത് 515 ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും 3 monthsനുള്ളിൽ തന്നെ PRന് ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ വന്നു. ഞങ്ങൾ PRന് വേണ്ടി വെച്ചു. അത് കഴിഞ്ഞ് August 27, 2024 ഞങ്ങൾ പിന്നെയും ഞാനിവിടെ വന്ന് ആദ്യത്തെ ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് PR എന്ന് പറഞ്ഞ ഇത് വന്നു. PR എന്ന് വെച്ചാൽ കൺഫർമേഷൻ ഓഫ് PR ആണ്, കാനഡ PR. അത് വന്നു. ദെൻ 2024 November 27 ഞാൻ വന്നിട്ട് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി. അങ്ങനെ December 7 ഞങ്ങൾക്ക് ഞങ്ങളുടെ കാനഡ PR കിട്ടി. അമ്മ മാതാവിന് ഒരുപാട് നന്ദി. രണ്ടാമത്തെന്ന് വെച്ചാൽ ഒരു അത്ഭുതമാണ്, നിയോഗമായിട്ട് വെച്ചതല്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക് മാരേജ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് PRൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഇലക്ട്രോണിക് മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. അതിന് OTP ആയിരുന്നു അതിൻ്റെ മെയിൻ പ്രോബ്ലം. ഒരു 3 monthsോളം ഈ OTPക്ക് വേണ്ടി മാത്രം ഞങ്ങൾ അക്ഷയയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി കയറി ഇറങ്ങി. അങ്ങനെ ലാസ്റ്റ് ഒരു ട്രൈ എന്ന രീതിയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മമ്മിയും കൂടി ഞങ്ങളുടെ കാശ് രൂപവും ഉപ്പ് എടുത്തുകൊണ്ട് അക്ഷയയിൽ പോയി. മമ്മി അക്ഷയയുടെ ഫ്രണ്ടിൽ ഉപ്പ് വിതറി. ഞാനും മമ്മിയും കാശ് രൂപ എടുത്ത് അക്ഷയൻ്റെ ഉള്ളിൽ കയറി OTPക്ക് വേണ്ടി പിന്നെയും ട്രൈ ചെയ്തു. എനിക്ക് ഫോണിൽ OTP വന്നു, പക്ഷേ ഹസ്ബൻഡിന് മെയിലായിരുന്നു. ഹസ്ബൻഡ് കാനഡ ആയതുകൊണ്ട് മെയിലായിരുന്നു. OTP വരാൻ 5 അല്ലെങ്കിൽ ഒരു 30 minutesൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും സമയമില്ലായിരുന്നു. അങ്ങനെ എൻ്റെ OTP ഞാൻ എൻട്രി ചെയ്തു. ഹസ്ബൻഡിൻ്റെ OTP എൻട്രി ചെയ്യാതെ തന്നെ അവിടുത്തെ ചേച്ചി പറഞ്ഞു നമുക്ക് ഒന്ന് ചുമ്മാ സബ്മിറ്റ് അടിച്ചു കൊടുക്കാം എന്താവെന്ന് അറിയാൻ വേണ്ടി. ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ആപ്ലിക്കേഷൻ പോയി, OTP ഇല്ലാതെ തന്നെ. 3 months ഞങ്ങൾ OTPക്ക് വേണ്ടി മാത്രം അക്ഷയ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വലിയൊരു അത്ഭുതമായിരുന്നു. ഈ 2 അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യുമായിരുന്നു. മെഡിക്കൽ കോളേജിൽ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. പിന്നെ സ്നേഹാലയം പോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ കാശ് നൽകി അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. സങ്കീർത്തനങ്ങൾ 46:1 ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ആഷി കിഷോർ എന്ന ഈ മകളും ജീവിത പങ്കാളിയും ഇവരുടെ കാനഡ PR റെഡിയാവുന്നതിന് വേണ്ടിയും മാരേജ് ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റ് അതിൻ്റെ OTP ലഭിക്കുന്നതിനുമുള്ള 2 നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് ഉടമ്പടിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ സഹായം തേടുന്നത്. ഉടമ്പടി എടുത്ത നാൾ മുതൽ മക്കൾ അവരുടെ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിച്ചു. ഉടമ്പടി പ്രകാരം അതിനോട് ചേർന്ന് ജീവിതത്തെ നയിക്കുവാൻ അവർ ശ്രദ്ധിച്ചുവെന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു. അത് കാരുണ്യ പ്രവൃത്തികളിലും സുവിശേഷ പ്രവൃത്തികളിലും സുവിശേഷ പ്രഘോഷണത്തിലും അവരുടെ വ്യക്തി ജീവിതത്തിലും ആ ഉടമ്പടിയിൽ നിന്ന് എന്താണോ നിബന്ധനകളിലൂടെ കൈമാറിയത് അവയിൽ വിശ്വസിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ നയിക്കുവാനുമുള്ള ശ്രദ്ധ ഇവർ പുലർത്തിയെന്നും അവരുടെ 2 പേരുടെയും അമ്മമാർ വർഷങ്ങളായി ഉടമ്പടി എടുത്തവരായതുകൊണ്ട് കൃപാസനത്തെക്കുറിച്ചും മരിയൻ ഉടമ്പടിയെക്കുറിച്ചും മക്കൾക്കുള്ള ധാരണ അവരുടെ ജീവിതത്തിന് ഉപകരിച്ചുവെന്നും മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
PR-നെ കുറിച്ചുള്ള മകളുടെ സാക്ഷ്യത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഓരോ തവണ ഉടമ്പടി പുതുക്കുമ്പോഴും അതിൻ്റെ ഓരോ പ്രോസസ്സും വേഗത്തിലായിക്കൊണ്ടിരുന്നു. അത് ഓരോന്നും വേഗത്തിൽ അത് സാധിക്കുകയും അത് PR അവർക്ക് അനുവദിച്ച് ലഭിച്ചതിനെയാണ്, കൺഫർമേഷൻ ഓഫ് PR അവർക്ക് അനുവദിച്ച് ലഭിച്ചതിനെയാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം ഇലക്ട്രോണിക് മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള ഏറെ ക്ലേശം നിറഞ്ഞ ഒരു പരിശ്രമം, അത് ആ നാളുകളിൽ 3 മാസത്തോളമാണ് അത് ലഭിക്കാതെ വിഷമിച്ചതെന്നും OTP വരാതെ കഷ്ടപ്പെട്ടതെന്നും സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ഒടുവിൽ അത് ഉടമ്പടി ഉപ്പും കാശ് രൂപവുമായിട്ട് അക്ഷയയിൽ ചെന്ന് അതവിടെ വിതറിക്കൊണ്ട് OTPക്ക് വേണ്ടി കൊടുക്കുകയും അവിടെ നിന്ന് ലഭിച്ച ഒരാളുടെ OTP വെച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ചിലതൊക്കെ മാനുഷികമായി നമുക്കത് വിശ്വസിക്കുവാൻ പ്രയാസമോ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമുക്ക് തന്നെ അറിയാത്ത വസ്തുക്കളും ഉണ്ടാകാം. വിശ്വാസത്തിൻ്റെ പ്രത്യേകത അത് കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പുമാണ്. ഇതാണ് വിശ്വാസം നമുക്ക് കൈമാറുന്ന വലിയൊരു നിധി എന്ന് പറയുന്നത്. കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പിലാണ് നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങൾ ചെയ്യുന്നത്. അത് യുക്തി കൊണ്ട് നമ്മൾ കീറിമുറിച്ചല്ല പരിശോധിക്കുന്നത്, മറിച്ച് ദൈവത്തിലുള്ള ഒരു നിഷ്കളങ്ക മനസ്സിൻ്റെ ആശ്രയത്വമാണ് വിശ്വാസത്തിൽ എപ്പോഴും പ്രാവർത്തികമാകുന്നത്, വിശ്വാസം എപ്പോഴും അനുഗ്രഹമായി തീരുന്നത്. അതുകൊണ്ട് ഈ മക്കൾ പറഞ്ഞ ഓരോ വാക്കുകളിലും അവർ നല്ല അറിവുള്ളവരാണ്, നല്ല പഠിപ്പുള്ളവരാണ്, യുക്തിവിചാരം നടത്തുവാൻ കഴിവുള്ളവരാണ്, ലോകം കാണുന്നവരാണ്. എങ്കിലും ദൈവത്തിൻ്റെ അരികിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സോടെ എളിമപ്പെടുവാനും ശരണപ്പെടുവാനും സ്വയം ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ ഓരോ ചെറിയ കാര്യത്തിലും ഓരോ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലും അത് ദൈവിക ശക്തിയും ദൈവിക സംരക്ഷണവും ഉറപ്പുവരുത്തുമെന്ന് ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് അത് പ്രയോഗിക്കുമ്പോഴാണ് നമുക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരുക. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾ വാക്കുകളിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുക. നമ്മുടെ ജീവിതത്തെ അത് കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ പ്രാർത്ഥന കൊണ്ടും നേർച്ച വസ്തുക്കളുടെ പ്രയോഗം കൊണ്ടും കാരുണ്യ പ്രവൃത്തികൾ കൊണ്ടും സമ്പന്നമാക്കുവാനും ദൈവകൃപ അതുവഴി വേഗത്തിൽ ലഭിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി അമ്മ മാതാവ് നമുക്ക് എപ്പോഴും ഈശോയുടെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കട്ടെ. ഈ മക്കൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.